ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച കാവാലം സ്വദേശി ആയുഷ് ആജിയുടെയും പാലാ സ്വദേശി ദേവനന്ദന്റെയും സംസ്കാരം ഇന്നാണ് നടക്കുക. മറ്റ് 3 പേരുടെ സംസ്കാരം ഇന്നലെ നടന്നിരുന്നു. രാവിലെ 10:30-നാണ് ആയുഷ് ആജിയുടെ സംസ്കാര ചടങ്ങ് നടക്കുക. മറ്റക്കയിലെ തറവാട്ട് വീട്ടിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകളും നടക്കും. അതിനിടെ വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. മനീഷ് മഹിപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷിന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോ ഈ മനീഷ് തയ്യാറാവുന്നുണ്ട്. നമുക്ക് അതിനു മുമ്പ് ടോബിയിലേക്ക് ഒന്ന് പോകണം. പാലയിൽ ദേവനന്ദന്റെ സംസ്കാരം നടക്കുന്ന അവിടെയാണ് ടോബി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാകുന്നു. ടോബി, ഈ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്? അവിടെ പൊതുദർശനമുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായിട്ടും പ്രജിൻ, പൊതുദർശനമുണ്ട്. ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വണ്ടാനത്ത് നിന്നും ദേവനന്ദൻ്റെ മൃതദേഹം ഇവിടേക്ക് വീട്ടിലേക്ക് മറ്റക്കരയിലാണ്, അയർക്കുന്നം അടുത്തുള്ള മറ്റക്കരയിലാണ് ഈ തറവാട് വീട്ടുള്ളത്, അവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം നിരവധി ആളുകൾ അവിടേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും പറയേണ്ടത്, ഇവർ താമസിച്ചിരുന്നത് കൂടുതലും മലപ്പുറത്താണ്. ദേവനന്ദൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത് മലപ്പുറം കോട്ടക്കലിലാണ്. അതുകൊണ്ട് തന്നെ അവർ 10-20 വർഷത്തോളമായി അവിടെ തന്നെയാണ്. അപ്പം കൂടുതൽ ആളുകളുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും എല്ലാം അവർക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആളുകൾക്ക് ഈ ചടങ്ങിലെത്താൻ, അല്ലെങ്കിൽ ദേവനന്ദനെ അവസാനമായി വന്നൊന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളൊരു സമയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 മണിക്കത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തറവാട്ട് വീടിൻ്റെ പിൻവശത്തുള്ള വളപ്പിലാണ് ഈ ചിതയൊരുക്കിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ രാവിലെ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കാരണം ഈ അവധിക്കാലങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ഒരു കൊച്ചുമകൻ, അത് അവരോടുള്ള സ്നേഹം, ആ മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള സ്നേഹമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. അത്രത്തോളം ദുഃഖത്തിലായിരുന്നു. ഇങ്ങനെ ഒരു വിയോഗം 2 മാസം മുമ്പാണ് MBBS പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും പോയത്. കഴിഞ്ഞ ഓണത്തിന് വന്ന് സന്തോഷത്തോടെ ആ ഓണം ആഘോഷിച്ച് മടങ്ങിയവരാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിയോഗം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചു. ഈ പ്രദേശത്തുള്ള ആളുകളും നമുക്കറിയാവുന്നതുപോലെ ഈ 2 കുട്ടികളാണ്, ചേട്ടനും അനിയനുമാണ്. ദേവനന്ദനും അതുപോലെ തന്നെ ദേവദത്തനും 2 പേരാണ്. 2 പേരും MBBS സ്റ്റുഡൻസാണ്. ചേട്ടൻ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് പോണ്ടിച്ചേരിയിൽ. അതുപോലെ തന്നെ അനിയനും അതേ പാതയിൽ MBBS രംഗത്തേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുള്ള, അല്ലെങ്കിൽ ഈ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടുകാർക്കെല്ലാം തന്നെ വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം അവരെ തേടി, ആ കുട്ടിയെ തേടി എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖം ഈ നാടിനുമുണ്ട്. കൊട്ടക്കലിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുക. ഇനി നമുക്ക് കാവാലത്തേക്ക് കൂടി പോകാനുണ്ട്. കാവാലത്ത് അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ആയുഷിന്റെ വീട്ടിൽ വീടിന് സമീപമാണെന്ന് മനസ്സിലാക്കുന്നു. 10:30-ക്ക് സംസ്കാരം നടക്കും എന്നും അറിയുന്നു. അവിടെ ഒന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, 10:30-യോടുകൂടിയാണ് ആയുഷ് ആജിയുടെ സംസ്കാരം നടക്കുക. കാവാലത്തുള്ള കുടുംബ വീട്ടിലേക്കാണ് ഇന്നലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയുഷിന്റെ മൃതദേഹം എത്തിച്ചത്. അപ്പോൾ മുതൽ തന്നെ അവസാനമായി പ്രിയപ്പെട്ടവനെ ഒരു നോക്കു കാണാൻ നിരവധി ആളുകളാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അത് ഈ പുലർച്ചെയും അങ്ങനെ തന്നെ തുടരുകയാണ്. 10:30-യോടുകൂടി സംസ്കാര ചടങ്ങുകൾ കുടുംബ വീടിന് പുറത്തുള്ള സ്ഥലത്ത് നടക്കും, പുറകിലുള്ള സ്ഥലത്ത് നടക്കും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ആയുഷിന്റെ മാതാപിതാക്കൾ ഇൻഡോറിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. അവിടെ നിന്ന് മകനൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ പക്കൽ നിന്നും മൊബൈൽ ഫോണുകളും ഈ വാർത്ത അറിയാനുള്ള സംവിധാനങ്ങളുമെല്ലാം ഒപ്പമുണ്ടായിരുന്നവർ മാറ്റിവെച്ചിരുന്നു. അതായത് അവർ വീട്ടിലെത്തുന്നതുവരെ മകൻ ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ അറിഞ്ഞിരുന്നില്ല. അത്രത്തോളം ഒരു വേദനാജനകമായൊരു കഥ കൂടി ആയുഷിന്റെ മരണത്തിന് പിന്നാലെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെത്തിയ ശേഷമാണ് മകൻ ഇനിയില്ല എന്നുള്ള ആ ഒരു സത്യം മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയപ്പോൾ എത്തുമ്പോൾ ഉണ്ടായിരുന്ന ആ രംഗമൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്നതിലും അപ്പുറം വൈകാരികമായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി അവർ വീട്ടിലെത്തി. മകൻ്റെ മൃതദേഹത്തിനരികിൽ നിന്നും മാറാതിരിക്കുന്ന അമ്മയെയും അച്ഛനെയുമാണ് നമ്മൾക്ക് ആ വീട്ടിൽ നിന്നും ഇന്നലെയൊക്കെ കാണാനായത്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ആയുഷിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്. 10:30-യോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും കൂടുതൽ ആളുകൾ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന.
അശ്വിൻ പാലാഴിയാണ് കാവാലത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ മനീഷ് മഹിപാലിലേക്ക് കൂടി പോകുന്നു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചെയ്യുന്നുണ്ട്. മനീഷ്, ഈ അപകടം സംബന്ധിച്ച് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ടാണ് നമ്മൾ ആദ്യം അതിനെ കണ്ടത്. അതൊക്കെ നമുക്കറിയാം അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ വാഹന ഉടമ, അതായത് കുട്ടികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഉടമയെ വിളിച്ചു വരുത്താൻ RTO എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫിറ്റ്നസ് ഇല്ലാത്തത് ഈ ആഘാതം കൂട്ടി എന്നൊക്കെയുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ എപ്പോഴാണ് ഈ വാഹന ഉടമ ഷാമിൽ ഖാനെ RTO എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്താൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനായിരിക്കും ശ്രമിക്കുക? ഇന്ന് രാവിലെ അമ്പലപ്പുഴയിലുള്ള RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് ഈ ഷാമിൽ ഖാൻ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അമ്പലപ്പുഴ പോലീസ് ഇയാളുടെ മൊഴിയെടുത്തു. ഇയാൾ മാധ്യമങ്ങളോടൊപ്പം തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ വാഹനം വാടകയ്ക്ക് കൊടുത്തതല്ല, ഒരു സൗഹൃദത്തിന്റെ പുറത്ത് കൊടുത്തതാണെന്നാണ്. പക്ഷേ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമായിട്ട് 2 മാസത്തെ സൗഹൃദമാണ് ഇയാൾക്കുള്ളതെന്നാണ് പറയുന്നത്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് വെച്ച് ഒരു കണ്ടുപരിചയത്തിന്റെ പുറത്ത് ഒരാൾക്ക് രാത്രികാലത്ത് സുഹൃത്തുക്കൾക്കൊപ്പം പോകാൻ വേണ്ടി, സഞ്ചരിക്കാൻ വേണ്ടി ഒരാൾ കാർ നൽകുമോ എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മൊഴി വിശ്വാസയോഗ്യമായി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുഴുവൻ രേഖകളുമായി എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപിൽ ഹാജരാകാൻ പറയുന്നത്. ഇനി മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഇനി 6 വിദ്യാർത്ഥികളാണ് നിലവിൽ ആകെ ചികിത്സയിലുള്ളത്. അതിൽ വാഹനം ഓടിച്ച ഒരാളുടെ നില നിസ്സാരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ആശുപത്രിയിലുണ്ട്. ബാക്കി 5 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് രാത്രിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ എടത്വ സ്വദേശിയായിട്ടുള്ള ആൽവിന്റെ നില അതീവ ഗുരുതരമാണ്. നിലവിൽ ഈ 3 ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേർക്ക് ഓരോ ശസ്ത്രക്രിയ വീതം കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂറോ സംവിധാനങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അത്ര ആധുനിക സംവിധാനങ്ങൾ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച് വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. അതായത് മറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ഇവർക്ക് വേണ്ട വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. അങ്ങനെ 24 മണിക്കൂറും അവർക്ക് വിദഗ്ധ സംഘത്തിന്റെ ഡോക്ടർമാരുടെ സാന്നിധ്യവും ചികിത്സയും നൽകുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഇനി ഈ വാഹനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്നലെ ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ട് എന്തുകൊണ്ടാണ് അപകടം എന്നുള്ള അത് പ്രാഥമികമായി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിലെ വെളിച്ചക്കുറവ്, കാലാവസ്ഥ, ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ 14 വർഷത്തെ കാലപ്പഴക്കം, അതുകൊണ്ട് തന്നെ ഈ ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്തത്, എയർ ബാഗ് ഇല്ലാത്തത്, അങ്ങനെ കാലപ്പഴക്കം ചേർന്നൊരു വാഹനമായതും ആ വാഹനത്തിൽ 7 പേര് കയറാവുന്ന വാഹനത്തിൽ 11 പേര് കയറിയതും വെളിച്ചക്കുറവും, അങ്ങനെ റോഡിൽ മഴ പെയ്ത സമയത്ത് റോഡിലെ ജലപാളികളും ഒക്കെ തന്നെ ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഷാമിൽ ഖാനെ കൂടി പരിശോധിച്ച് അയാളുടെ രേഖകൾ പരിശോധിച്ച് അയാളുടെ പങ്ക് വ്യക്തമാക്കിയ ശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. സമാന്തരമായി അമ്പലപ്പുഴ പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന.